കല്യാണത്തിനൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നുണ്ടാവും അവിടെ അടുക്കള ഭാഗത്തുണ്ടാവും. പൈസ എന്താ നിങ്ങളെയൊക്കെ കാണാൻ വിചാരിച്ചു. നമുക്ക് മറ്റേ ബിരിയാണി കഴിച്ചാലോ? മനോഹരമായൊരു വീഡിയോ ആയിരുന്നു അത്. സ്ഥിരം കയറുന്ന ബസ്സിലെ ജീവനക്കാർക്ക് മുണ്ടും ഷർട്ടും ഗിഫ്റ്റായി കൊടുക്കുന്ന 4 വിദ്യാർത്ഥികളെ കണ്ടത്. ഈ ബസ് എന്ന് പറയുന്നത് ഐഡിയൽ ബസ്സാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് JDT വെള്ളിമാട് കുന്ന് വരെ പോകുന്ന ബസ്. സ്ഥിരം പോകുന്ന ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കൊക്കെ സമ്മാനം കൊടുത്ത മിടുക്കികളാണ് എനിക്കൊപ്പം ഉള്ളത്. ആ വീഡിയോ എല്ലാം വൈറലാണ്. എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാനുള്ള കാരണം? സമ്മാനം അവർ തരുന്ന ഫ്രണ്ട്ഷിപ്പാണ്, നല്ല സൗഹൃദമാണ്. എത്ര കൊല്ലമായിട്ട് ഈ ബസ് കയറുന്നുണ്ട്? 3 വർഷം. അപ്പോൾ ഈ 3 വർഷം എനിക്ക് തോന്നുന്നു ആ ഒരു മുണ്ടും ഷർട്ടും എന്ന് പറയുന്നത് ഈ 3 വർഷത്തിൽ നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെതായിരിക്കും അല്ലേ? അതെ, അങ്ങനെയും പറയാം. എന്താ പറയുക, കയറുമ്പം സാധാരണ ബസ് ജീവനക്കാരുടെ സമീപം വേറെ ആണല്ലോ പൊതുവേ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല. 2 രൂപയാണെങ്കിലും മക്കളെ പോലെ നമ്മളെ കൂട്ടത്തിൽ ഒരാളൊരു ദിവസം കണ്ടില്ലെങ്കിൽ എവിടെ പോയി, മറ്റേ ആൾ എവിടെ പോയി, എന്താ പറ്റിയേ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണോ നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കാം? നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾക്ക് ആഗ്രഹം ടൈമിലേക്ക് എന്തായാലും കൊടുക്കണമെന്ന്. എപ്പോഴും ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമ്മൾ അത്ര നല്ലോണം നിൽക്കുന്നതുകൊണ്ട് കൊടുക്കണം ഞങ്ങൾ എന്തോ വിചാരിച്ചൊക്കെ. പക്ഷെ ഇങ്ങനെ ഒന്നാമത് ഞങ്ങൾ വിചാരിച്ചില്ല. നമ്മളിങ്ങനെ റീൽസ് ഒക്കെ ഇടാറുണ്ട്. നമ്മളെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു പേജ് ഉണ്ട്. കൂട്ടത്തിൽ ഇവരും വേണമെന്നൊരു തോന്നല്, അങ്ങനെ ഇട്ടതാ. വെറുതെ ഇട്ടതായിരുന്നു. അപ്പൊ എത്ര വൈറലാണ് നമുക്കറിയില്ലായിരുന്നു. ആദ്യം സ്റ്റാറ്റസ് വെച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇത് റീലിട്ടിക്കോ, നല്ല കാര്യല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് റീലിലേക്ക് ഇത് എത്തുന്നത്. പിന്നെ ഇട്ടതിന് ശേഷം പറഞ്ഞ എല്ലാവരും വൈറലാവും, ന്യൂസ് ചാനലൊക്കെ വരും. നമ്മൾ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ആദ്യം കുറെ പേര് നമ്മളങ്ങനെ കളിയാക്കി. ന്യൂസ് ചാനൽ വരും, ബോച്ച വരും. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലെടുത്തുള്ളൂ. പിന്നെ വീഡിയോ കയറിപ്പോയി. വീട്ടിൽ നിന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടുകാരോട് പറഞ്ഞിരുന്നു അങ്ങനെ പൈസയൊക്കെ അല്ലെങ്കിൽ പോക്കറ്റ് മണിന്ന് എടുത്തിട്ട് വാങ്ങിച്ചു കൊടുത്താണോ? ഓ അറിയാം, നല്ല കാര്യം. നമുക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ വീഡിയോ ഒക്കെ. അല്ല, വീട്ടിൽ പറഞ്ഞിരുന്നോ പൈസ അവർ തന്നതാണോ അതോ പോക്കറ്റ് മണിന്ന് എടുത്താണോ? നമ്മൾ സേവ് ചെയ്ത് നമ്മൾ എടുത്തതാ. അങ്ങനെ ചോദിക്കല്ല. പിന്നെ നമ്മൾ വാങ്ങിക്കൊടുത്ത ശേഷം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതിൽ. പിന്നെ ന്യൂസൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഫാമിലി ആയാലും എല്ലായിടത്തും വീഡിയോസ് എത്തിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യാണ്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരിക, നല്ല കാര്യം പറയാ. നിങ്ങളിപ്പോ എത്ര പേരാ കമ്പനി? നമ്മൾ 4 പേരാണ്. ഒരാള് വയവൊക്കെ പോയത്. ഞാനിരിക്കുന്ന സീറ്റാ 4ാമത്തെ ആളുടെ റിസർവ്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞ സീറ്റാന്നാ പറയാ. നിങ്ങളങ്ങ് വാങ്ങിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവിടെ എത്ര കുറച്ചല്ലല്ലോ, 5-6 മിനിറ്റ് അല്ലല്ലോ ഈ റൂട്ട്, വല്ലല്ലോ. അപ്പൊ ഉള്ള നേരം കൊണ്ട് നമ്മളിങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നോക്കിക്കും, ഓലിങ്ങനെ ചിരിച്ചോണ്ട് കളിയൊക്കെ കാണുമ്പോ. അപ്പൊ നിങ്ങൾക്ക് എഴുതി തന്ന ഇവർക്ക് എഴുതി കൊടുത്ത സീറ്റാ എന്നാ പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് എഴുതി തന്ന സീറ്റല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ചേ ഇരിക്കും. അതും ഇവിടെ തന്നെ ഇരിക്കും. അവരോട് ഇങ്ങനെ സംസാരിച്ച്. പന്നലേട്ടനും മുരളിയേട്ടനും നിങ്ങളുടെ ജീവിതത്തിലെ ആൾക്കാരാണ് ഇപ്പോൾ. അത് ഉറപ്പാ. രാവിലെയും കോളേജിൽ നിന്ന് രാവിലെ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കാണുന്ന മുഖങ്ങളല്ലേ. ഇപ്പം ഈ ഇത് കിട്ടിയപ്പോൾ ഈ കുപ്പായം കിട്ടിയപ്പം പ്രതീക്ഷിക്കാതെയാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഒരു പെട്ടെന്നൊരു തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടി. അത് കുട്ടികൾ നല്ല പഠിക്കുന്ന പിള്ളേരാണ്. ആ കുട്ടികളുടെ മനസ്സ് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അത്രയ്ക്കൊന്നും യോഗ്യത ഞങ്ങൾക്കുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി. ഇൻസ്റ്റയിലുള്ള കമൻറ്റ് കേട്ടപ്പോഴാണ് സത്യത്തിൽ കണ്ണിന്ന് വെള്ളം വന്നുപോയി. പിന്നെ ഇവര് ഇപ്പൊ കോഴ്സ് കഴിയാ 3 വർഷം ഇതിൽ തന്നെ സ്ഥിരമായിട്ട് ഏകദേശം കുറച്ച് ദൂരത്തുള്ള കുട്ടികളാണ്. താമരശ്ശേരി, കൊടുവള്ളി, മുക്കോ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അവരവിടുന്ന് ടൗൺ കോഴിക്കോട് ബസ് കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ ഇറങ്ങും. മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയിട്ട് ഈ ബസ് കയറിയിട്ടാണ് കോളേജിലേക്ക് വരിക. തിരിച്ചിട്ട് അതേമാതിരി കോളേജിലേക്ക് തിരിച്ച് കയറും. അങ്ങനെ കാണുന്ന കൂടെ ഇപ്പം ഇല്ല, ഒരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷേ
നല്ല കമ്പനിയായി. നല്ല കുട്ടികളുമാണ്. വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ ഭയങ്കര. പിന്നെ അവര് പറഞ്ഞു അവരെ വീട്ടിൽ വാപ്പ ഭയങ്കര വളരെ സന്തോഷത്തോടെ കൂടിയായിട്ട് എന്നിപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. അവർ പറഞ്ഞു ഇഷ്ടപ്പെട്ട് മക്കളെ ഒക്കെ പറഞ്ഞു. അല്ല നിങ്ങളുടെ വീട്ടിൽ പോയിട്ടോ ഈ ഇത് കണ്ടപ്പോൾ? പിന്നെ എല്ലാവരും വീട്ടിലാകെ ജഗം പോകാം. കാരണം വീട്ടിലെ ഗ്രൂപ്പിൽ ഇത് വന്ന് അപ്പം പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഭയങ്കര സന്തോഷം. നിങ്ങൾ കുട്ടികളെ സാധാരണ നമ്മൾ ഈ ബസ്സിൽ ഡ്രൈവറായാലും കണ്ടക്ടർമാരായാലും കുട്ടികളെ പരമാവധി അകറ്റി നിർത്താറാ പതിവ്. അപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ലേ പ്രധാന കാരണം? അങ്ങനൊന്നുമില്ല. അതിനിപ്പോൾ എന്താ പറയുക, അത് ചില റൂട്ടിനും കൂടി പ്രശ്നങ്ങളുണ്ട്. ചില റൂട്ട് അടുപ്പിച്ചടുപ്പിച്ച് ബസ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇവിടെ ആ പ്രശ്നമില്ല. ഇവിടെ ആകെ 2 ബസ്സേ ഉള്ളൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിനെ കുളിച്ചായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നുണ്ടാവും അവിടെ അടുക്കള ഭാഗത്തുണ്ടാവും. ഇത് ശനിയാഴ്ച ഇത് ഒരു പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ വരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇത് രാത്രി എല്ലാവരും വിളിക്കുകയാണ് ഇത് എന്താ സംഭവം നോക്കിയിട്ട്. ആ കുട്ടിയൊക്കെയാണ് കേട്ടോ, ആ കുട്ടികളെ പറ്റിയിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത്. അവരുടെ കുട്ടികളെ വെച്ചാൽ ആ കുട്ടികൾ ഇങ്ങനെ കൊണ്ട് തന്നപ്പോഴേ എല്ലാവരും ആ കുട്ടികളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത് അവരുടെ കുട്ടികളാണെന്നൊക്കെ. അവരെ പൊളിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് അത് എടുത്തിട്ടില്ല. പക്ഷെ കറക്റ്റ് അളവൊക്കെയാണ്. അതൊക്കെ നമ്മൾ തയ്ച്ചമായി തന്നെ നമ്മൾ അളവെടുത്ത് തയ്ച്ചമായി തന്നെയുള്ള കറക്റ്റ് അളവാണ്. അന്നൊക്കെ ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം ഞങ്ങൾ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പോകണവരാ. കാരണം അത്രയും നല്ല കമ്പനിയായി നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അന്നപ്പോൾ എന്തായാലും ഞങ്ങൾ തന്നിട്ട് പോകുള്ളൂ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായിരുന്നു ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ചെയ്തു വികാരം? നമ്മൾ അവിടുന്ന് വരുമ്പോഴേ ഭയങ്കര കമ്പനിയാണ് ചേട്ടന്മാരോട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് ഫസ്റ്റേ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിക്കണ്. അപ്പം ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സ്പെഷ്യലാണ് അവർ. ST കൊടുത്താൽ സാധാരണ എല്ലാവർക്കും അങ്ങോട്ട് മാറിക്ക് അങ്ങനെ പറയും. ഇവരങ്ങനെയല്ല. ഇതിൻ്റെ അളവൊക്കെ എങ്ങനെ മനസ്സിലായി? ഡ്രസ്സിൻ്റെ അളവ് ജസ്റ്റ് ഓരോ സൈസ് ഇതാക്കി. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ആ സൈസിനുള്ള ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുത്തോ. അപ്പോൾ അതപ്പോൾ അവർക്ക് കറക്റ്റാണെന്ന് പറയുന്നത്. വലിയ സന്തോഷമായോ നിങ്ങൾക്ക്? ഇത് എല്ലാവരും കണ്ടപ്പോൾ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഭയങ്കര നല്ല കമൻസാണ് വരുന്നത്. വീഡിയോക്കായാലും എൻ്റെ വീട്ടിലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ് നല്ല കാര്യമാണ് ചെയ്തത്.